ഫാദിൽ ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ ടോപ്പിക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാകും. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നോട്ട് പ്രിന്ററാണ്. അത് നമ്മളൊരു മാജിക് അടങ്ങിയ ഒരു നോട്ട് പ്രിന്ററാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. ഇവിടെ കാണാൻ ലൈക്ക് ബട്ടണിലൊന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ വീഡിയോക്ക് കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടപ്പുറത്താണ് ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഷെയർ ചെയ്യാൻ പറ്റുള്ളവരിലേക്ക്. പിന്നെ നിങ്ങൾക്ക് ഇതുപയോഗിച്ച് എല്ലാവരും കളിയാക്കാവുന്നതാണ്, പറ്റിക്കാം. പിന്നെ നോട്ട് പ്രിൻ്ററാന്ന് പറഞ്ഞിട്ട് നോട്ട് താനാൽ അച്ചടിച്ച് വരുന്നത് പോലെ നമുക്ക് എല്ലാവരെയും പറ്റിച്ച് നമുക്ക് ഒരു എന്താ പറയുക, നമുക്ക് പറ്റിക്കാം എല്ലാവരെയും. നമുക്ക് കൂടുതലായി പറഞ്ഞില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, നമുക്കിതിനായിട്ട് ആവശ്യമുള്ളത് ഇതേപോലത്തെ 2 കാർഡ്ബോർഡിൻ്റെ പീസാണ്. അപ്പോൾ എനിക്കൊരു ഡിസൈനായിട്ട് 2 കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 പേനയുടെ ആവശ്യം. പിന്നെ നമുക്ക് ഒരു സൂപ്പറായിട്ടുന്നൊരു സെലോ ടേപ്പും, പിന്നെ നമുക്കൊരു A4 ഷീറ്റിനകത്ത് ഞാൻ ന്യൂസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു നൂൽക്കമ്പിയുടെ ആവശ്യമുണ്ട്. ഇത് നമുക്ക് നമ്മുടെ മെഷീൻ തിരിക്കാനുള്ള ഒരു വർക്കിന് വേണ്ടിയാണ് നൂൽക്കമ്പി എടുത്തിട്ടുള്ളത്. അത് നമ്മൾ കാർഡ്ബോർഡ് ഇതേപോലെ നമ്മൾ വെച്ചതിന് ശേഷം സെലോ ടേപ്പ് ഉപയോഗിച്ച് പെർഫെക്റ്റ്ലി ആയിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. സെലോ ടേപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് ബ്ലേഡ് ഉപയോഗിച്ച് കയറാം. ഇതേപോലെ കയറിയതിന് ശേഷം അതവിടെ ഒട്ടിച്ച് കൊടുക്കുക. വീഡിയോയിൽ കാണുന്നതുപോലെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ വെച്ചത് ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ 2 ഭാഗവും നമ്മൾ ഫില്ല് ചെയ്തെടുക്കണം. എന്നാലും നമുക്ക് ഇതിന് ഗ്ലൂഗണൊന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെയ്യാനുള്ളത് മെയിൻ പണി എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ കൃത്യം ഒരു ഭാഗം നിങ്ങൾ മനസ്സിൽ കരുതി അവിടെ നമുക്ക് ഹോളിടാം. 2 ഹോളാണ് ഒരു ഭാഗത്ത് വേണ്ടത്. ഞാനിപ്പം കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണ് ഹോൾ ഇടുന്നത്. ഇതേപോലെ നമുക്ക് പെന്ന് ഉപയോഗില്ലെങ്കിൽ നൈഫ് ഉപയോഗിച്ച് ഹോളിടാം, കത്രിക ഉപയോഗിച്ച് ഹോളിടാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഇപ്പോൾ 2 ഭാഗത്തും മാർക്ക് ചെയ്തതുപോലെ ഇവിടെ 2 ഭാഗം ഹോളിട്ട് വെക്കുക. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഹോളിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 2ലും നമ്മുടെ 2 പേനയും കയറ്റി വെച്ച് കൊടുക്കാം. ഇപ്പോൾ കയറ്റി വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ലോക്ക് ചെയ്ത് വെക്കാം. അതിനാൽ ഞാനൊരു ചെറിയ പീസ് നൂൽക്കമ്പി എടുത്തതിന് ശേഷം അത് നമുക്ക് നല്ലോണം നമ്മളെ പ്ലെയറോ കട്ടറോ ഉപയോഗിച്ച് നല്ലോണം ടൈറ്റാക്കി പെർഫെക്റ്റ്ലി എടുത്തെടുക്കാം. നല്ല ടൈറ്റിലാക്കി എടുക്കാം. ഇപ്പം ഞാൻ എവിടെയും ടൈറ്റാക്കി ഇവിടെയും ടൈറ്റാക്കി. താഴത്തെ ഭാഗം ടൈറ്റാക്കുന്നില്ല, കാരണം ഇതിൻ്റെ ടൈറ്റിലാദ്യം നിന്നോളും. നമുക്ക് അതിൻ്റെ ബാക്കി നൂൽക്കമ്പി എടുത്തതിന് ശേഷം ഇതേപോലെ വളച്ച് അവിടെ വെച്ച് കൊടുത്തതിന് ശേഷം അവിടെ നല്ലോണം ചുറ്റി പെർഫെക്റ്റ്ലി. ഇത് നമ്മൾ തിരിക്കാനുള്ള സംഭവമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ സംഭവം ചെയ്യാം, പക്ഷേ എൻ്റെ അടുത്ത് പെൻസിലില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ തിരിക്കാനുള്ള ഇതും നമ്മൾ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കറക്റ്റ് അളവിൽ നമുക്ക് ഈ പേപ്പർ പീസ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവ് ഞാൻ രൂപം വെച്ച് കട്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ തടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്, നീളമല്ല. നീളം എത്ര ആയാലും സാരമില്ല. സോ ഇപ്പോൾ നീളം വേണം ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ ഇതിപ്പം കുറച്ച് തടി കൂടിപ്പോൾ എന്തോന്ന് നമുക്ക് കുറച്ചും കൂടി മുറിച്ച് കളഞ്ഞേക്കാം. ഇത് നമുക്ക് ഇവിടെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ സെലോ ടേപ്പ് ഉപയോഗിച്ച് അതവിടെ ഒട്ടിച്ചെടുക്കാം. നമ്മളിപ്പോൾ അത് ഒട്ടിച്ചെടുക്കാൻ സെലോ ടേപ്പ് കിട്ടാൻ കുറച്ച് പണിയുണ്ടാകാണ്. നമ്മുടെ മറ്റേ തീർന്നു പോയി. നമുക്ക് ഒന്നും കൂടി ഉണ്ടാക്കാം. നമുക്ക് ആദ്യം ഇതിൻ്റെ പണി നോക്കാം. അതേപോലെ നമ്മളൊരു പീസ് കട്ട് കൊടുത്തതിന് ശേഷം അതും പോയി നമുക്ക് അത് കട്ട് ചെയ്ത് മാറ്റി കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു പീസ് അതിന് മുറിച്ചെടുത്തതിന് ശേഷം സെലോ ടേപ്പ് ഉപയോഗിച്ച് സെലോ ടേപ്പ് മുറിച്ചെടുത്തതിന് ശേഷം കറുപ്പ് പിന്നെ പെന്നുമ്മൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് അത് നമുക്ക് റൗണ്ട് ചെയ്ത് അത് ചുറ്റി അതൊന്ന് ചുറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മറ്റേ അറ്റം വെച്ചതുപോലെ സെലോ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. കാണിച്ചു തരാം ഒട്ടിക്കുന്നതിനാണ്. നമ്മളിപ്പോൾ മുറിച്ചെടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ അത് നമുക്കതൊന്ന് ചുറ്റിയെടുക്കണം. എന്നിട്ട് നമുക്ക് അവിടെ ഒട്ടിച്ചെടുക്കാം.
നമുക്ക് തിരിക്കാം. കുറച്ച് ബാക്കോട്ടായി പോയി, സാരിയില്ല. നമുക്കത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്കിപ്പോൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ മെഷീൻ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ മാജിക് കാർഡ്ബോർഡ് പ്രിൻ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാജിക് കൊണ്ടുള്ള ഇത്. നമുക്ക് അധികം ഇങ്ങനെയൊക്കെ പറ്റിക്കാം കേട്ടോ. നമുക്ക് ചെയ്യാനുള്ളത്, ഇതിലേക്ക് നമ്മളുടെ ഒരു 20 രൂപ എടുത്തത്, 500 രൂപ എൻ്റെ കയ്യിലല്ല നമ്മുടെ ഇതിലോട്ടേക്ക് വെച്ചാൽ ചതങ്ങി സൈഡൊക്കെ ചതങ്ങി പോകുന്നുണ്ട്. അതാണ് ഞാനിപ്പോൾ 20 രൂപ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ മേലെ ഭാഗത്ത് അത് വെച്ചതിന് ശേഷം നമുക്ക് ഒരു 20 രൂപയുടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ എടുത്തതിന് ശേഷം നമുക്ക് അതിന് മുമ്പ് 20 എന്ന് എഴുതി എടുക്കാം. ഞാനിപ്പോൾ 20 എന്ന് എഴുതി എടുത്തിട്ടുണ്ട്. കുറച്ച് വലുതാക്കി എഴുതി എടുത്തിട്ടുണ്ട്. നമുക്കത് മേലെ വെച്ച് നമുക്ക് ഒന്ന് തിരിച്ചു കൊടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മുടെ കൈ ഉപയോഗിച്ചാൽ തിരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ വെച്ചത് രണ്ടും തലതിരിച്ചായിപ്പോയി. അതാണ് ഞാൻ വേണ്ടി തിരിക്കേണ്ടത് വന്നത്. ഇടയ്ക്ക് പറഞ്ഞാൽ നമ്മുടെ കൈയല്ല, നമ്മൾ ആ ഹാൻഡിലുണ്ടാക്കിയില്ലേ, അതുകൊണ്ട് തിരിച്ചാലാണ് പൈസ വരിക. ഞാൻ വെച്ചത് തലതിരിച്ചായിപ്പോയി, അതാണ് പ്രശ്നം. ഇവിടുത്തെ തിരിച്ചാൽ മതി. നമ്മൾ നോട്ടൊക്കെ പ്രിൻ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാം. അതിന് തന്നെ നമ്മൾ പൈസ ഇടുക. ഇപ്പം എൻ്റെ 500 ഇതിൽ പോകുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ 20 രൂപ എടുത്തത്. വീഡിയോയിൽ കാണുന്നത് പോലെ വെക്കുക. ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മുടെ മെഷീൻ തിരിക്കുക. കാണാൻ കഴിയും നമ്മുടെ 20 രൂപ അച്ചടിച്ച് വരുന്നത് കാണാം. ഇത് കാണുന്നവരൊക്കെ വിചാരിക്കും ഇത് റെഡിക്ക് അച്ചടിച്ച് വന്നതാണെന്നാണ്. ഇങ്ങനെ നമുക്ക് മനുഷ്യന്മാർ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ പറ്റിക്കാം. അച്ചടിച്ച് വരുന്നത് നിങ്ങൾ കാണണമെന്ന് പറഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഇഷ്ടമായ ഡിസ്ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ വീഡിയോ കേൾക്കാൻ പറ്റണം. ഞാൻ 100% റിസൾട്ട് തരുന്നു. കാരണം ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. ഇന്ന് മൊത്തം എല്ലാവരെയും പറ്റിക്കാനാണ് പരിപാടി. ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് നമുക്ക് ഗ്ലൂ ഗണ്ണോ അങ്ങനത്തെ പശയുടെ ആവശ്യമുണ്ട്. നമുക്ക് കുറച്ച് പെന്നും കാർഡ്ബോർഡ്സൊക്കെ സെലോ ടേപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ആക്കി എടുക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ചതുപോലെ ഇതാ ഇവിടെ 2 സെലോ ടേപ്പ് ഒട്ടിച്ചത് നിങ്ങൾ കാണാൻ കഴിയും. ഇവിടെ ഇങ്ങനെ ഒരു സെലോ ടേപ്പ്, അതുപോലെ ഇവിടെ 2 ഒട്ടിച്ചത് കാണാൻ കഴിയും. അതെന്ന് വെച്ചാൽ ഈ പേന ഉള്ളോട്ടേക്ക് പുറന്തള്ളാതിരിക്കാൻ വേണ്ടി ഞാനിവിടെ ഇങ്ങനെ സെലോ ടേപ്പ് പിടിച്ചതിൻ്റെ തിക്നെസ്സിൽ ഇതാടെ നിന്നോളും. അതിനാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തന്നത്. Bye friends.